ഇന്ത്യൻ നാവികസേനയുടെ ശക്തി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ നീക്കം. ഫ്രാൻസിൽ നിന്നുള്ള അത്യാധുനിക യുദ്ധവിമാനമായ റഫേൽ എം പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ രാജ്യത്ത് പറന്നിറങ്ങാൻ ഒരുങ്ങുകയാണ്. അതെ, ഇത് വെറും ഒരു വാങ്ങലല്ല, ഇത് ഇന്ത്യയുടെ കടൽ യുദ്ധശേഷിയെ അടുത്ത നിലയിലേക്ക് ഉയർത്തുന്ന തരത്തിലുള്ള ഒരു വലിയ മാറ്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അത്ര പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇന്ത്യക്ക് ഇതിലൂടെ ലഭിക്കുന്ന യഥാർത്ഥ നേട്ടം എന്താണെന്നത് നമുക്ക് ആഴത്തിൽ തന്നെ പരിശോധിക്കാം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിക്കാനിരിക്കുന്ന റഫേൽ എം യുദ്ധവിമാനങ്ങളിൽ ആദ്യത്തെ 4 പരിശീലന വിമാനങ്ങൾ ഈ വർഷം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യയിൽ എത്താൻ സാധ്യതയുള്ളതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ യുദ്ധവിമാനങ്ങൾ വിമാനവാഹിനികളിൽ നിന്ന് പ്രവർത്തിക്കില്ല, പകരം കരയിൽ നിന്നുള്ള പരിശീലനത്തിനായാണ് ഉപയോഗിക്കുക. ഇവയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞുതരാം. പൈലറ്റുമാരെ പരിശീലിപ്പിക്കുക, അതുപോലെ തന്നെ വിമാന പരിപാലന ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുക, പുതിയ സംവിധാനങ്ങളെയും ആയുധങ്ങളെയും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നിവയാണ്. ഇത് ലോകത്തെ ശക്തമായ സൈന്യങ്ങൾ പിന്തുടരുന്ന ഒരു സാധാരണ രീതിയാണ്. ആദ്യ പദ്ധതി പ്രകാരം യുദ്ധത്തിനായി തയ്യാറായ റഫേൽ എം വിമാനങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുക ഏകദേശം 2028 മാത്രമാണ്. പക്ഷേ ഇപ്പോൾ പരിശീലന വിമാനങ്ങൾ നേരത്തെ എത്തുന്നത് കൊണ്ട് പരിശീലനം ഉടൻ തുടങ്ങാം. അതുപോലെ തന്നെ പൈലറ്റുമാരും സാങ്കേതിക വിദഗ്ധരും നേരത്തെ തന്നെ തയ്യാറാകും. പിന്നീട് വരുന്ന യുദ്ധവിമാനങ്ങൾ വേഗത്തിൽ സേവനത്തിൽ ഇറക്കാനും സാധിക്കും. അതായത് ഇന്ത്യയുടെ പ്രവർത്തന സന്നദ്ധത വേഗത്തിൽ തന്നെ ഉയരുമെന്നതാണ്. ഇന്ത്യ സ്വന്തമാക്കുന്ന 26 റഫേൽ എം യുദ്ധവിമാനങ്ങൾ പ്രധാനമായും പ്രവർത്തിക്കുക INS വിക്രാന്തിൽ നിന്നും അതുപോലെ തന്നെ ഭാവിയിൽ നിർമ്മിക്കപ്പെടുന്ന വിമാനവാഹിനികളിൽ നിന്നുമൊക്കെ ആയിരിക്കും. വിമാനവാഹിനിയിൽ നിന്നും യുദ്ധവിമാനം പ്രവർത്തിപ്പിക്കുന്നത് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. ചെറുദൂരത്തിൽ നിന്ന് പറത്തൽ, കപ്പലിൽ തന്നെ സുരക്ഷിതമായി ഇറക്കൽ, അതുപോലെ തന്നെ കടലിലെ കഠിന സാഹചര്യങ്ങളിൽ ഇവ പ്രവർത്തിപ്പിക്കുക എന്നതൊക്കെ വലിയ റിസ്ക് പിടിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുൻകൂർ പരിശീലനം ഇക്കാര്യത്തിൽ വളരെ പ്രധാനമായ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്നത് MiG-29K യുദ്ധവിമാനങ്ങളാണ്. എന്നാൽ ഇവയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും തകരാറുകൾ സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഉപയോഗത്തിന് ലഭ്യത കുറവുണ്ട്. അതുപോലെ തന്നെ ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പഴയ സാങ്കേതിക വിദ്യയാണ്. ഇതിന് പകരം വരുന്ന റഫേൽ എം നൽകുന്നത് കൂടുതൽ ആധുനിക സംവിധാനങ്ങളാണ്. അതുപോലെ തന്നെ ശക്തമായ പ്രതിരോധ ശേഷിയും ഇവയിലുണ്ട് എന്നതാണ്. ഒരേ സമയം പലതരം ദൗത്യങ്ങൾ നടത്താനുള്ള കഴിവും ഈ റഫേൽ എം വിമാനങ്ങൾക്കുണ്ട്. ഇത് വലിയൊരു മുന്നേറ്റം തന്നെയാണ്. ഇന്ത്യൻ വ്യോമസേന ഇതിനോടകം റഫേൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. റഫേൽ EHഉം റഫേൽ DHഉം. ഇതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് സിമ്പിളായി പരിശോധിച്ച് വരാം. ഒരുമിച്ചുള്ള പരിശീലനം, സാധനങ്ങളുടെ പങ്കുവയ്പ്, ഒരേ രീതിയിലുള്ള ആയുധങ്ങൾ എന്നിവയാണ്. ഇത് സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സഹകരണം കൂടുതൽ ശക്തമാക്കാനും സഹായിക്കും എന്നതാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമ്മർദ്ദം വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ റഫേൽ എം നൽകുന്നത് ദൂരത്തിൽ നിന്ന് ആക്രമിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ കപ്പൽ സേനയുടെ സംരക്ഷണം ഏറ്റെടുക്കൽ, ശത്രു കപ്പലുകളെ തകർക്കാനുള്ള കഴിവ് എന്നിവയാണ്. ഇത് ഇന്ത്യയുടെ കടൽ രംഗത്തിന്റെ ശക്തി വളരെയധികം ഉയർത്തും എന്നത് നിസ്സംശയം പറയാൻ സാധിക്കും.